ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കാത്തിരിക്കുകയാണ്. എന്നെ ഉറക്കം കളഞ്ഞ ആൾക്കാരാണ്. വളരെ വലിയ കൈ ആയതുകൊണ്ട് നല്ല വിസ്താരമുണ്ട് ഇവിടെ. ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ അനങ്ങരുത്. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാൾക്കാർ. നിങ്ങളെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഞാൻ കാത്തിരിക്കുകയാണ്. എന്നെ ഉറക്കം കളഞ്ഞ ആൾക്കാരാണ് എന്നൊക്കെ. ചേച്ചിയുടെ പേര് അൻസിയ ചേച്ചി, ചേട്ടൻ അൻഷാദ് ചേട്ടൻ. ഇവർക്ക് രണ്ടാൾക്കും എന്നെ കണ്ടിട്ട് ചേച്ചി എന്ന് വിളിക്കാൻ വരുന്നത്. കാരണം ഈ ബ്രൈഡൽ വർക്കിന് പോയി ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ അധികം സംസാരിക്കുന്നില്ല. തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ. വളരെ വലിയ കൈ ആയതുകൊണ്ട് നല്ല വിസ്താരമുണ്ട് ഇവിടെ. അങ്ങനെ നമ്മള് രണ്ട് കയ്യിലിട്ട് കഴിഞ്ഞു. ഇത് എത്ര പെട്ടെന്നാ തീർന്നതെന്നറിയാം. നിങ്ങൾ എത്ര സമയം എടുത്തു? 1/2 മണിക്കൂറൊന്നും എടുത്തിട്ടില്ല. അത്ര നേരത്തിനുള്ളിൽ ഇട്ട് കഴിഞ്ഞു. അത് കുഞ്ഞു ഡീറ്റെയിലിങ്സ്. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ചേച്ചി ഞാനും പറഞ്ഞത് ഇത് കുറച്ച് പണ്ടത്തെ ഡിസൈൻ ആണെന്നാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിലും അല്ലേ, ബാക്കിലും ഇത് ആദ്യം ഉണക്കണം തോന്നുന്നു. ഇത് ആദ്യം ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഉണക്കും, എന്നിട്ട് ബാക്കിലിടും. ഓക്കെ, അങ്ങനെ നമ്മളിത് രണ്ട് കയ്യിലിട്ട് തീർത്തു. നമ്മൾ ഏകദേശം ഭയങ്കര കുറച്ച് സമയം കൊണ്ട് ഇതിട്ട് തീർത്തത് അല്ലേ? ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ രണ്ടു കൈയും തീർന്നു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് നിനക്ക് കുറെ സമയം എടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മളിട്ട് തീർന്നു. അതും ഭയങ്കര കുഞ്ഞു ഡിസൈൻസാ. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നലെ രാത്രി തൊട്ടേ ഇങ്ങനത്തെ സെയിം കുറെ ഡിസൈൻസ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടാളും പറയുന്നത് ഇത് കുറച്ച് പണ്ടത്തെ ഡിസൈൻ ആണെന്നാണ്. പക്ഷെ എങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മള് ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞത് ഇത് ആദ്യം ഇടുക, ഇട്ടതിന് ശേഷം ഇത് ഉണക്കണം. നമ്മൾ പുറകിലിടും. ഓക്കെ, സെയിം തന്നെയാണ് ബാക്കിലിടുന്നത് അല്ലേ? പിന്നെ അവർക്ക് കൂടുതൽ നമ്മൾ കൈയുടെ ബാക്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇടുന്ന ചേച്ചിയാണെങ്കിലും ചേച്ചി കൂളായിട്ടായിരുന്നേ. ഞാനൊരുമാതിരി ശ്വാസം പിടിച്ച് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ അനങ്ങരുത്. നമ്മൾ എടുക്കണല്ലോ. അതെ, കണ്ടോ എന്റെ മണ്ഡല ഓൾഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പുച്ഛിച്ചില്ലേ നിങ്ങൾ? നല്ല രസമുണ്ട്. ഇത് ഈ കളറിൽ തന്നെ ഇരിക്കാൻ വഴിയുണ്ടോ? ഒരു വഴിയില്ല. 5 മണി വരെ ഇരിക്കും. അതെത്ര നേരം വേണേ വെക്കാം. അയ്യോ എന്നെ രസമാ. ഇനി ഇവിടെ നമ്മള് ഫുൾ ഇടുവല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ഫിൽ ചെയ്യും. അതാ ഫോട്ടോ ഞാൻ റെഫറൻസ് കാണിച്ച ഫോട്ടോയിൽ കാണുമ്പോൾ ഇതൊരു കുഞ്ഞു ഡിസൈൻ ആയിരുന്നു. പക്ഷെ എന്റെ കയ്യിലിട്ടപ്പോ അത് ഒത്തിരി ഇല്ല. എൻ്റെ തൊട്ട് നല്ല മണം. അയ്യോ നല്ല രസം. ഞാൻ ഇനി ഫുൾ ടൈം ഇങ്ങനെയാ കൈ പിടിക്കുക. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ നല്ല രസമാണ്. ഇത് ചേട്ടനായിട്ടെ. ഇത് ഈ വിരലിലുള്ള ഒന്ന്. എത്ര പെട്ടെന്നാണ് നമ്മളിത് ഇട്ട് കഴിഞ്ഞേ. അതെ, അപ്പൊ നിങ്ങൾ ബ്രൈഡലിനൊക്കെ പോയാൽ സുഖമാ. അതെ, പെട്ടെന്ന് തീർക്കും. നമ്മൾ 2 പേരുണ്ടല്ലോ, നമ്മൾ 2 മണിക്കൂറൊക്കെ കൈയുടെ അകത്തിടും. ചേട്ടൻ 2 പേരും അകത്ത് തന്നെ എന്ത് ചെയ്യും? ഒറ്റ ടൈം നമ്മൾ തുടങ്ങിപ്പോവും. അടിപൊളി. പിന്നെ ഈ കോണൊക്കെ ഇവരെന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഓർഗാനിക് സാധനങ്ങളാ. നമുക്കങ്ങനെ കൈക്കങ്ങനെ പ്രശ്നമൊന്നും. എൻ്റെ അടുത്ത് കുറേ പേര് അങ്ങനത്തെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മെഹന്തി ഇടുന്ന സമയത്ത് പക്ഷെ അങ്ങനെ ഉള്ളതും ഉണ്ടല്ലോ, അല്ലാത്ത കോണൊക്കെ വാങ്ങിച്ചിട്ടാ കൈക്ക് ഭയങ്കര മോശം വാങ്ങുന്ന കോൺസ്. പക്ഷെ ഇത് ഇവര് തന്നെ ഉണ്ടാക്കുന്നതായത് നല്ല കളറും കിട്ടും, കൈക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെയുണ്ട് നോക്ക്. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട് ചെയ്താ?
ഇതാണ് കേട്ടോ ബ്രൈഡ്, ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ്. ഞങ്ങൾ രണ്ടും ഞാൻ ബ്രൈഡിന്റെ അനിയത്തി കേട്ടോ. അതേ പറ്റത്തില്ല, ചേച്ചി മുന്നേ പറഞ്ഞായിരുന്നു. എന്തൊരു തിരക്കാണ്. ഒരു റൂം നിറച്ചാളുണ്ട്. അതെ, പുതിയ സലൂൺ ഓപ്പൺ ചെയ്തു നമ്മൾ. അങ്ങനെ ചെയ്യണ്ട പാടി. ഇതാ നമ്മുടെ ബ്രൈഡ്. ഇത് മെയിൻ ബ്രൈഡ്. ഞാനും ചിറ്റയും ബ്രൈഡിന്റെ അനിയത്തി. ഞാൻ ബ്രൈഡിന്റെ അനിയത്തി, അതും ബ്രൈഡ്. ചെയ്യേ എന്തായാലും ചെയ്യൂ. ഇത് ഇതിന്റെ അകം കാണൂലല്ലോ. അകം കാണും. ബ്രൈഡ് തന്നെ ഇത്. നമ്മൾ കുറേ നേരം നാരങ്ങ നീരൊക്കെ തേച്ചു കൊടുത്തു. എന്നിട്ടിപ്പം ഗ്രാമ്പൂ ഇട്ട് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നു. ഇനി കൈ നല്ല വറുത്ത് വരുമ്പോഴേക്കും അടുത്തയാളുടെ കൈ വെച്ച് കൊടുക്കാം. പക്ഷെ ആ ചേച്ചി പറഞ്ഞ ആദ്യം ഒരു ഓറഞ്ച് കളറായിരിക്കും വരുന്നതിന്. അത് കഴിഞ്ഞിട്ട് നാളെ ആകുമ്പോഴാണ് നല്ല റെഡ് ആവുള്ളൂ. ആ ഗ്രാമ്പൂ കരിഞ്ഞു അതിൻ്റെ അകത്തുനിന്ന്. ഇത് കഴുകാൻ സമയം ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ വെച്ചു. കാണിച്ചേ, ഇത് ഇവ രണ്ടാളെ കഴുകുമല്ല വേണ്ടേ, എണ്ണ ഇട്ടിങ്ങനെ കളയുക വേണ്ടേന്ന്. ഇപ്പൊ അറിയാം. ഇപ്പൊ ഒരു ഓറഞ്ച് കളറേ വരത്തുള്ളൂ. കളഞ്ഞോ ഫുൾ? ആ വേണ്ട. ഇപ്പൊ ഒരു ഓറഞ്ച് കളറേ വരത്തുള്ളൂ. നാളെ ആവുമ്പോ അല്ല, നാളെ കഴിഞ്ഞായിരിക്കും നല്ല കളറ്. ഇവരുടെ കയ്യിൽ പോകും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ കഴുകില്ല, മറ്റേ എണ്ണ വെച്ച് ഇങ്ങനെ ഉരച്ച് കളഞ്ഞു. ഇതാ ഇപ്പോഴത്തെ കളർ. ഇപ്പൊ ഈ ഒരു ഓറഞ്ച് കളറേ വരത്തുള്ളൂ. നാളെയോ നാളത്തേനോ ആയിട്ടായിരിക്കും നല്ല കളറ് വരുന്നതെന്ന് പറയാം. കുറച്ചുകൂടെ സ്റ്റെയിൻ ആയിട്ട് നാളെയോ നാളത്തേനോ വല്ലോ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അമ്മയുടെ കയ്യിൽ നിന്ന് കാണിച്ചേ. അമ്മ അത് തീർന്നപ്പോഴേ എന്തോ ചെയ്യാൻ പോയി. കണ്ടോ, നല്ല സ്റ്റെയിൻ, നല്ല ഡാർക്ക് കളർ ആവുന്നത് നാളെ ആയിട്ട് അല്ലേ. എന്നിട്ട് ഞാൻ പിന്നെയും മറ്റേ ഗ്രാമ്പൂ ഇല്ലേ, അതൊക്കെ ഇട്ട് പിന്നെയും കഴുകി കളഞ്ഞിട്ട് അങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കഴുകി കളഞ്ഞിട്ടും അതിട്ട് നിറച്ച് ആവിയൊക്കെ പിടിച്ചു. നോക്കാം, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ഇനി ഞാൻ ചുമ്മാ കൈയൊക്കെ എടുത്ത് വർത്താനം പറയും എന്ത് പറയുമ്പോഴും. ഹലോ, ഞാൻ നാളത്തേനായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഹലോ, ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ഷൂട്ടിന് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് ഞാൻ രാവിലെ ഞാൻ ഇങ്ങനെ വെച്ചാൽ കിടന്നുറങ്ങിയത്. ചുമന്നോന്ന് അറിയണ്ട. പക്ഷെ നമ്മൾ ഇട്ട സമയമാകുമ്പോഴത്തേക്കാണ്, ഇന്നലെ നമ്മളിത് ഇട്ട സമയമാകുമ്പോഴത്തേക്കാണ് നല്ലോണം അറിയാന്നാണ്. പക്ഷെ ഇപ്പൊ ഇത് കരി പോലെ ഇരിക്കുന്നത്, നല്ല ചുമന്നു. ക്യാമറയിൽ എന്തോരം അറിയാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നലെ ഇതിലൊരു ഓറഞ്ച് കളറായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് നല്ല പോലെ ചുമന്നു 2 കൈയില്. സന്തോഷായി. ഇപ്പൊ ഇവിടെ എല്ലാരും താഴെ വരുന്നതിന് മുന്നേ ചുമന്നോ എന്നാ ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചേ, നമ്മുടെ കയ്യിൽ ഭയങ്കര, അമ്മയുടെ കൈ ഇന്നലെ ആദ്യം നന്നായിട്ട് ഏറ്റവും കളർ വന്നത്. ഇപ്പോഴും അതെ, നല്ല രസമല്ലേ. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കണ്ട, ഓൾറെഡി ഒരു ചുമന്ന കൈ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ചിറ്റയുടെ കൈയും കൂടെ നോക്കണം. ചിറ്റ എത്തിയിട്ടില്ല, ഇപ്പൊ എത്തുമായിരിക്കും. അപ്പൊ എന്നാ എല്ലാവർക്കും ടാറ്റ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എനിക്ക് ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കിയെടുക്കാന്ന് വിചാരിച്ചത്. ബൈ പറഞ്ഞേക്കമ്മേ. ബൈ. ചിറ്റ വന്നായിരുന്നു, പിന്നെ അതെനിക്ക് വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഞങ്ങളിനി എല്ലാം ബൈ സീ യു എന്നൊക്കെ. ചിറ്റ വന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചിറ്റ മഴയെ തോടി വന്ന് ചുമന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ എന്നാ എല്ലാവർക്കും ടാറ്റ. ഇതിനിയും ഉച്ച വരെ ഞാൻ നോക്കുന്നില്ല, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതെന്തായാലും ഇനി കുറച്ചും കൂടെ ചുമക്കത്തേ ഉള്ളൂ. കണ്ടോ, ഇത് വീഡിയോ കാണുന്ന വീഡിയോ പിന്നെ ഒരു ചുമക്കുണ്ടല്ലേ. പക്ഷെ നേരിട്ട് കാണുമ്പോ ഒരു കറുത്തായിരിക്കുന്നു. ഇത് അത്ര കളറുണ്ട്. ഇതിപ്പോ എങ്ങനെയാ ഫെയ്ഡ് ആവുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് ഞാൻ കുറച്ച് ഷോർട്സിലും എല്ലാം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ബൈ, സീ യു.